സേനാപതി വീണ്ടും കോൺഗ്രസിന്റെ പ്രതിനിധി, ക്ഷമിക്കണം, അങ്ങയിലേക്ക് വരാൻ ഒരല്പം വൈകി. അങ്ങേ തന്നെ ചർച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞത് അങ്ങ് ഒരു വിമുക്ത ഭടൻ കൂടിയാണ്, ഒരു സൈനികനാണ്. നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം പറഞ്ഞു, സൈനിക നീക്കം പറഞ്ഞു. സേനാപതി വീണു, ഇതിലൊരു പോയിന്റ് ഉണ്ട്, തന്ത്രപരമായ ഇന്നും നമ്മൾ അനുഭവിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. പാക് ഓക്യുപ്പൈഡ് കശ്മീരൊക്കെ കടന്ന് പാകിസ്ഥാൻ ഒന്നടങ്കം ഇങ്ങ് പിടിക്കട്ടെ എന്ന് ചോദിച്ച അന്നത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സാം മാനേക്ഷായോട് വേണ്ട എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധി പോയി സിംല കരാർ ഒപ്പിട്ടപ്പോൾ രാജ്യാന്തര തലത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയുടെ കീർത്തി വർദ്ധിച്ചു, സമാധാനത്തിനായി നിലകൊണ്ടയാൾ എന്ന്. അന്ന് തുടങ്ങിയില്ലേ അബദ്ധം? അങ്ങിന്ന് ഒരു സൈനികൻ ഇത്രയും ജീവൻ ത്യാഗം ചെയ്ത് വീരമൃത്യു വരിച്ച് പിടിച്ചെടുത്ത വിജയം പകുതിക്ക് ഉപേക്ഷിച്ചോ ഭാരതം? പണ്ട് നെഹ്റു ചെയ്ത അതേ അബദ്ധം മകൾ ആവർത്തിച്ചോ? പ്രദീപേ, നമുക്കതിൻ്റെ ഒരു 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 പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പരിണിതപ്രജ്ഞരായ രണ്ട് സൈനിക ഉദ്യോഗസ്ഥർ, ഒരാൾ ബ്രിഗേഡിയറാണ്, ഒരാൾ കേണൽ. അദ്ദേഹം ഒരു രാജ്പൂത്ത് റെജിമെന്റിന്റെ കമാൻഡിങ് ഓഫീസറായി ദീർഘകാലം ജമ്മു ആൻഡ് കശ്മീരിൽ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. വളരെ പരിണിതപ്രജ്ഞരാണ്. അവർ രണ്ടുപേരും ആ യുദ്ധത്തിന്റെ ഒരു സൈനിക ആംഗിളിൽ നിന്ന് സംസാരിച്ചു. ഞാൻ അതിനെ വിട്ട് ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ കൂടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ പശ്ചാത്തലമൊക്കെ ഇവിടെ വളരെ വിശദമായിട്ട് സൂചിപ്പിക്കപ്പെട്ടു. 1970 ഡിസംബറിൽ, അതായത് ഇന്ത്യയിലെ 5ാമത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പാണ്. നമ്മൾ ജനാധിപത്യ പ്രക്രിയയിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാനും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ജനാധിപത്യ ഗവൺമെന്റ് അവിടെ വരണമെന്ന്. അത് അയൂബ് ഖാന് ശേഷം ഇവിടെ ശങ്കുട്ടി പറഞ്ഞ പോലെ യാഹ്യ ഖാൻ. അപ്പോൾ യാഹ്യ ഖാന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി സുൽഫിക്കർ അലി ഭൂട്ടോയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും ബംഗ്ലാദേശിൽ നാഷണൽ അവാമി ലീഗും. അപ്പൊ ഇന്ത്യയിൽ കോൺഗ്രസും കോൺഗ്രസ് ഇതര പാർട്ടികളും മത്സരിക്കുന്ന പോലെ അവിടെ ജനാധിപത്യപരമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന്, അപ്പോൾ യാഹ്യ ഖാൻ അതിന് അനുമതി കൊടുക്കാനുള്ള ഒരു കാരണം, രാഷ്ട്രീയ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം വിചാരിച്ചത് പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി അധികാരത്തിൽ വരികയും തന്നെ രാഷ്ട്രപതിയായിട്ട് തുടരാൻ അനുവദിക്കും എന്നുള്ളത് കൊണ്ടാണ് ആർമിയുടെ പഴയ ജനറൽ ആയിരുന്ന അദ്ദേഹം ഒരു പൊതു തെരഞ്ഞെടുപ്പിന് അനുമതി കൊടുക്കുകയും ഏതാണ്ട് സത്യസന്ധമായ രീതിയിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ 144 സീറ്റുകളിൽ കേവലം 88 സീറ്റിൽ മാത്രമാണ് ഭൂട്ടോയുടെ പാർട്ടിക്ക് വിജയിക്കാൻ പറ്റിയത്. അവിടെയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ വരുന്നത്. ഇപ്പുറത്ത് മുമ്പ് സൂചിപ്പിച്ച പോലെ 169-ൽ 167 ജയിച്ച ആൾക്ക് ഭരണം കൊടുക്കണം, അതാണല്ലോ ജനാധിപത്യത്തിലെ വ്യവസ്ഥ. അപ്പൊ ആ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതോടുകൂടിയാണ് പിന്നീട് ഉണ്ടാകുന്ന സംഘർഷങ്ങളും 1971 മാർച്ച് ആകുമ്പോഴേക്കും ധാക്ക യൂണിവേഴ്സിറ്റിയിൽ ഇവര് ആക്രമണം നടത്തുന്നു. പിന്നെ അതിനുശേഷം 71 ഡിസംബർ 3-ാം തീയതിയോടുകൂടി ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടതൊക്കെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ആ യുദ്ധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്ന ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് അത് അമേരിക്കയാണ്. അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് നിക്സന്റെ എന്താ പറയുക, സെക്യൂരിറ്റി ഉപദേഷ്ടാവായിട്ടുള്ള ഹെൻറി കിസിഞ്ചറും. കാരണം ഇവർ രണ്ടുപേരും ഇന്ത്യ വിരുദ്ധരായ ആളുകളാണ് ഏത് ഘട്ടത്തിലും. കാരണം ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് വരുന്നു, ഏഷ്യൻ രാജ്യങ്ങളിലെ വലിയൊരു വൻശക്തിയായിട്ട് വരുന്ന ഒരു രാഷ്ട്രത്തെ ഏത് രീതിയിലും അതിനെ തകർക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു വികസനത്തെ തടസ്സപ്പെടുത്താനോ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച രണ്ടാളുകളാണ് ഈ നിക്സൺ. അതൊന്ന്, ശീതയുദ്ധം വല്ലാതെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഇപ്പൊ വിചാരിക്കുന്നത് അങ്ങ് പിടിച്ചെടുത്ത ബംഗ്ലാദേശിനെ ഇന്ത്യയോടൊപ്പം ചേർത്ത് നമുക്ക് വെക്കാൻ കഴിയില്ല ഒരിക്കലും. കാരണം നമ്മൾ അന്ന് ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല, അന്ന് UN നമ്മൾ മാനിക്കണം, വിദേശത്തെ അന്താരാഷ്ട്ര നയങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട, അന്നത്തെ വിദേശകാര്യ മന്ത്രി സ്വരൺ സിംഗ്, അദ്ദേഹം കശ്മീരിലെ പഴയ രാജാവിന്റെ മകൻ കൂടിയാണ്. അദ്ദേഹം ആഴ്ചകൾ, മാസങ്ങൾ, എത്രയോ രാഷ്ട്രങ്ങളിൽ സന്ദർശനം നടത്തിയതാണ്. ഇന്ദിരാഗാന്ധി ഏതാണ്ട് 1 മാസക്കാലത്തിലേറെ ലോകത്തെ പല രാഷ്ട്രങ്ങളിലും പോയി സന്ദർശനം നടത്തിയതിനു ശേഷം ഇന്ദിരാഗാന്ധി അവരോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അഭയാർത്ഥികളെ തിരിച്ചയക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ഹിറ്റ്ലർ പീഡിപ്പിച്ച അഭയാർത്ഥികൾ രാജ്യം വിട്ടു പോയവരോട്
തിരിച്ച് ഹിറ്റ്ലറുടെ നാട്ടിലേക്ക് ചെല്ലണമെന്ന് പറയുന്നത് പോലെയാണ്. കാരണം അത്ര ഭയാനകമായ ഭീകരമായ ആക്രമണമാണ് അവിടെ, പ്രത്യേകിച്ച് അത് അവിടുത്തെ ന്യൂനപക്ഷത്തിന് നേരെ. അഭയാർത്ഥികളുടെ എണ്ണം മാർച്ച് ആയപ്പോഴേക്കും 5 ലക്ഷം, അത് ഏപ്രിൽ മെയ് ജൂൺ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും 8 ലക്ഷം, അത് കഴിഞ്ഞ് 1 കോടിയിലധികം അഭയാർത്ഥികളുടെ എണ്ണം കഴിയുമ്പോഴാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഇന്ത്യ കനോട്ട് ലുക്ക് ആസ് എ മിയർ സ്പെക്ടേറ്റർ. അപ്പോ ഈ അഭയാർത്ഥി പ്രവാഹം കൊണ്ട് ഇന്ത്യ ബുദ്ധിമുട്ടുമ്പോ ഇതിന് കാരണക്കാരായ ആളുകൾ, അത് അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായാൽ നമുക്ക് ആ ഭൂമി ഓക്കുപ്പൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കാരണം പാകിസ്ഥാനെ യോജിപ്പിച്ചതിന് ശേഷം അത് ഇന്ത്യയുടെ കീഴിലേക്ക് നമ്മൾ കൊണ്ടുവരാമെന്ന് അന്ന് ഒരു കാരണവശാലും ഇന്ത്യക്കല്ല, അങ്ങനെ ഇന്ത്യ ചിന്തിച്ചാൽ പോലും ലോകത്ത് അത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അത് അന്നത്തെ കാരണം ഈ നയതന്ത്രത്തെ ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ശ്രീ വാജ്പേയി പ്രസംഗിക്കുമ്പോൾ BJPയുടെ RSSന്റെ അന്നത്തെ ഒരു പ്രമുഖനായ നേതാവുണ്ട് KR മൽക്കാനിയെ പോലുള്ള ആളുകളൊക്കെ എന്നാ പിന്നെ ഇന്ത്യയോട് ചേർത്ത് ബംഗ്ലാദേശിനെ നമുക്ക് ചേർത്തുകൊണ്ട് നിർത്താൻ പറ്റുമോ? അത് പറ്റത്തില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. കാരണം നമ്മുടെ എയിം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. അവർ എയിം എന്ന് പറയുന്നത് അപ്പുറത്ത് നടന്ന അസ്വസ്ഥത, ആ അസ്വസ്ഥതയിൽ അതിനെ പരിഹരിക്കാനുള്ള എന്ത് മാർഗം, ആ പരിഹരണത്തിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സൈനിക ഇടപെടൽ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടതാണ് എന്താ പറ്റുമോ എന്ന്. അത് ഇവിടെ 2 സൈനിക ഉദ്യോഗസ്ഥരും ഒന്ന് റാബി വിളവെടുപ്പ് നടക്കുന്ന കാലഘട്ടം, നദികൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം, ഒരു സൈനിക മുന്നേറ്റത്തിന് സാധ്യമല്ല എന്നുള്ള. അത് മാത്രമല്ല ബംഗ്ലാദേശ് തന്നെ ഇതിനൊരു കുറച്ചുകൂടി കാരണം ഈ അടിച്ചമർത്തലും മുക്തി ബാഹിനിയുടെ രൂപീകരണവും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് സൈനികർ വന്ന് നടത്തുന്ന നിഷ്ഠൂരമായ കൊല, ജനോസൈഡ്. അപ്പൊ അതിൽ ജനവികാരം ബംഗ്ലാദേശിൽ നിന്ന് തന്നെ രൂപപ്പെട്ടതിന് ശേഷം ആ രൂപപ്പെടലിന് വേണ്ടി വരുന്ന ഒരു കാലഘട്ടം, അതാണ് ഇവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മുടെ യുദ്ധത്തിന്റെ പ്രിപ്പറേഷനും അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു രാഷ്ട്രത്തിലേക്കാണ് കടന്നു കയറുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലേക്കാണ് നമ്മൾ കടന്നു കയറേണ്ടത്. ചേരിചേരാ നയത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യം ഒരു യുദ്ധപ്രഖ്യാപനവും ഒരു രാജ്യത്തേക്ക് ഒരു ഇൻവേഷനും നടത്തുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്നത് ഇന്ത്യ വിരുദ്ധ മനോഭാവം, അത് എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അതല്ലാതെ നമ്മളിപ്പോ 50 കൊല്ലത്തിന് ശേഷം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ പരിണതപ്രജ്ഞരായ സൈനിക ഉദ്യോഗസ്ഥരിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ ഇന്ത്യയിലേക്ക് ചേർത്തു എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക ഫോർ ദ സേക്ക് ഓഫ് ആൻ ആർഗ്യുമെന്റ്. പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? പിന്നെ സംഭവിക്കുന്നത് ഒരു സംശയവും വേണ്ട, ഇപ്പൊ റഷ്യയുടെ ഭാഗമായിട്ട് നിന്ന് ഉക്രൈനിലൊക്കെ നടന്നതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ. കാരണം അവരൊരിക്കലും പിന്നെ ഇന്ത്യയിൽ ചേരാനല്ല, ദേ വാണ്ട് ടു ബി എ ഫ്രീ കൺട്രി, ഒരു സ്വതന്ത്ര രാഷ്ട്രം. കാരണം അവർ ജയ് ബംഗ്ല എന്നാണ് വിളിക്കുന്നത്. ഞാന് ഒരു കരസേനയിൽ എന്താ പറഞ്ഞ എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലാണ് ചേർന്നത്. എനിക്ക് ഈ ബംഗ്ലാദേശ് യുദ്ധത്തെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ, അത് ഞങ്ങളുടെ യൂണിറ്റിലുള്ള പുസ്തകങ്ങൾ, ഞങ്ങളുടെ സെൻട്രൽ പശ്ചിമടിയിലെ ലൈബ്രറിയിൽ, ഞാൻ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ഏരിയ ഹെഡ്ക്വാർട്ടറിലെ ലൈബ്രറിയുടെ ചുമതലക്കാരൻ, ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുള്ള ഞാൻ ഈ ബംഗ്ലാദേശ് യുദ്ധത്തെക്കുറിച്ചുള്ള ഒരുപാട് അന്ന് ഹിന്ദി എനിക്ക് അത്ര പക്വമല്ലായിരുന്നു എങ്കിലും അതും ഇംഗ്ലീഷിലുമുള്ള ഒരുപാട് ലേഖനങ്ങളും ഈ കാര്യങ്ങളും എന്റെയും മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു രാജ്യത്തെ കീഴടക്കിയിട്ട് നമുക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, KR മൽക്കാനിയെ പോലുള്ള ആളുകൾ പോലും ഇതിനെ വിമർശിച്ചപ്പോൾ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. അങ്ങ് മനോഹരമായി സമർത്ഥിച്ചു ഇക്കാര്യം, അങ്ങനെ സമർത്ഥിക്കാൻ ശ്രമിച്ചു. 2 കാര്യങ്ങൾ 50 കൊല്ലത്തിന് ശേഷമായാലും പറ്റിയത് അബദ്ധമാണോ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത്. ഞാൻ ആ ചോദ്യം ഇട്ടെന്നേ ഉള്ളൂ. 2 ശ്രീ സേനാപതി വേണു, 2 അങ്ങ് പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. ഒരു മിനിറ്റോട് പ്രദീപ് എനിക്ക് സമയം ലഭിക്കുക. ഒരു മിനിറ്റോട് ഈ ദുരന്തം എന്നൊക്കെ പറയുന്നത് ഇത് വിഭജനത്തിന്റെ ബാക്കി പത്രമാണ്. സിറിൽ റാൽഫുഡിന്റെ പേന പോയത് അത് ഈ രാജ്യത്തിന്റെ ഹൃദയത്തെ വെട്ടിമുറിച്ചുകൊണ്ട് നമ്മൾ ചെയ്തതല്ല. കാരണം 200 കൊല്ലം നമ്മുടെ രാജ്യത്തെ അടക്കി വാണ ആളുകൾ അവർ ഈ രാജ്യത്തെ എങ്ങനെയും തകർത്തിട്ട് പോകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ കുവൈറ്റ് കീഴടക്കിയ സദ്ദാം ഹുസൈൻ ആഗ്രഹിച്ചെന്താ? തിരിച്ചു പോരുമ്പോൾ അവിടുത്തെ എണ്ണക്കിണർ മുഴുവൻ കത്തിക്കുക. ഈ ഭരണാധികാരികൾ ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് പോകുമ്പോൾ അവർ ആഗ്രഹിച്ചത് ഈ രാജ്യം ഒരിക്കലും നന്നാകരുത്, അതുകൊണ്ട് ഇതിനെ എത്രയായിട്ട് വിഭജിക്കാവോ, അതല്ല എന്തൊക്കെ കുഴപ്പങ്ങൾ ഇവിടെ കാണിക്കാവോ ആ കുഴപ്പങ്ങളൊക്കെ കാണിച്ചതിന്റെ പരിണിത ഫലമാണ് ഇവിടെ ഡെന്നിസ് സാർ പറഞ്ഞ പോലെ 1600 കിലോമീറ്റർ 2 തമ്മിലുള്ള വ്യത്യാസം. കറാച്ചി തുറമുഖത്ത് നിന്ന് ഒരു കപ്പൽ പുറപ്പെട്ട 18ാമത്തെ ദിവസം ചിറ്റോങ് തുറമുഖത്ത് എത്തിക്കൊണ്ടിരുന്നത്
മുകളിൽ കൂടി പോകണമെങ്കിൽ നമ്മുടെ അനുമതി വേണം. അപ്പൊ എത്ര വൈരുദ്ധ്യമാർന്ന ഒരു വിഭജനമാണ് നടത്തിയത്. അത് നമ്മൾ നടത്തിയതല്ലല്ലോ. ആ വിഭജനത്തിന്റെ ഒരു മിനിറ്റ് അങ്ങയിലേക്ക് തിരിച്ചു വരാം. വളരെ രസകരമായ ഒരു ലൈനിലേക്കാണ് അങ്ങയുടെ ചർച്ച കൊണ്ടുപോകുന്നത്. 2-3 കാര്യങ്ങൾ. അന്നത്തെ നേതാക്കൾ അങ്ങ് പറഞ്ഞ് വാഴ്ത്തിപ്പാടിയ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയും മൽക്കാരിയും ഒക്കെ ചെയ്ത ഒരു കൃത്യമുണ്ടല്ലോ, കാണിച്ചു തന്നൊരു പാരമ്പര്യമുണ്ടല്ലോ. രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രീയം മറന്ന് ഒന്നായി നിൽക്കുക. ഇന്നത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് എന്താണ് എന്നുകൂടി ഒന്ന് നമുക്ക് ചർച്ച ചെയ്യണം. 1. 2, വിഭജനം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുണ്ടെന്ന് 2 അഭിപ്രായം. ആർക്ക് പ്രധാനമന്ത്രി ആകാൻ വേണ്ടിയിട്ടാണ് ഭാരതവും പാകിസ്ഥാനും രണ്ടായെന്നുള്ള ചോദ്യം അവിടെ ഉയരും രാഷ്ട്രീയമായി.